അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വലിയ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ അസ്മാൽ ഹുസ്ന കൊണ്ട് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പരിശുദ്ധ റമളാൻ മാസത്തിലാണല്ലോ നാം എല്ലാവരും ഉള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ നീയത്ത് വെച്ചുകൊണ്ട് അസ്മാൽ ഹുസ്ന ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലാൻ തുടങ്ങിക്കോളി. നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും ആയിക്കോട്ടെ, പരിശുദ്ധ ഈ മാസത്തിൻ്റെ മഹത്വം കൊണ്ടും അസ്മാൽ ഹുസ്നയുടെ മഹത്വം കൊണ്ടും പെട്ടെന്ന് തന്നെ അള്ളാഹു നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. നാം ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ദുആ ചെയ്യാൻ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വിശ്വാസത്തോട് കൂടി, ഉറച്ച വിശ്വാസത്തോട് കൂടി എനിക്ക് അള്ളാഹു നൽകും, എൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ അള്ളാഹുവിനാണ് കഴിവുള്ളവൻ, അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന ചിന്തയോട് കൂടി എനിക്ക് അള്ളാഹു നൽകും എന്ന ചിന്തയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യേണ്ടത്. ഈ ഒരു വിശ്വാസം നിങ്ങളുടെ ദുആകളിൽ ഉണ്ടായാൽ ഉറപ്പായിട്ടും അള്ളാഹു നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. എൻ്റെ അനുഭവം കൊണ്ട് പറയാട്ടോ. അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ പേരുകൾ മനഃപ്പാടമാക്കുന്നവനും പതിവാക്കുന്നവനും സ്വർഗമുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത്രയും മഹത്വമുള്ള ഒരുപാട് നേട്ടങ്ങളുള്ള നാം നമ്മുടെ ദുആകളിലും ദിവസവും നാം പതിവാക്കേണ്ട നാമങ്ങളാണിവ. അസ്മാൽ ഹുസ്ന പതിവാക്കുന്നവൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു ഇല്ലാതാക്കുന്നതാണ്. അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ എല്ലാം അള്ളാഹു അയാളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതാണ്. അയാൾ അനുഭവിക്കുന്ന രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫയാക്കുന്നതാണ്. പരാജയപ്പെട്ടവന് വിജയം ലഭിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഒക്കെ ലഭിക്കാനും ദിവസവും നാം എല്ലാ ദിവസവും അസ്മാൽ ഹുസ്ന പതിവാക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അസ്മാൽ ഹുസ്ന എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാം. ദിവസത്തിൽ 2 തവണയാണ് നാം ചൊല്ലേണ്ടത്. ഒന്ന് സുബഹിക്ക് നിസ്കാര ശേഷവും 2 മഗ്‌രിബ് നിസ്കാര ശേഷവുമാണ്. ആദ്യം ഒരു യാസീൻ സൂറത്ത് ഓതുക. എന്നിട്ട് അസ്മാൽ ഹുസ്ന 1 തവണയോ 3 തവണയോ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇനി മഗ്‌രിബിന് ശേഷം ഇതേ പ്രകാരം ആദ്യ യാസീൻ സൂറത്ത് ഓതുക, പിന്നെ അസ്മാൽ ഹുസ്ന ഓതുക. ഇങ്ങനെ മഗ്‌രിബിന് ശേഷവും ഓതിയതിന് ശേഷം നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യുക. കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെയ്തു പോന്നാൽ നിങ്ങളുടെ ആവശ്യം എന്താണ് അത് വളരെ എളുപ്പത്തിൽ, നിങ്ങൾ വിചാരിക്കാത്ത രൂപത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ അള്ളാഹു നിറവേറ്റി തരുന്നതാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്നതാണ്, കടങ്ങൾ വീടുന്നതാണ്, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുന്നതാണ്. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ നാം ചെയ്യുന്ന ഓരോ ഇബാദത്തിനും ഇരട്ടി കൂലിയാണല്ലോ റബ്ബ് നൽകുന്നത്. ഈ മാസത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തു നോക്കാട്ടോ. നിങ്ങളുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കി നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തേക്ക് ഉൾപ്പെടുത്തുക. ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.